ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തന്റെ ഉപജീവന മാർഗം തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ കീഴിൽ അവരുടെ ചിലവിന് ആവശ്യമായ സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ അവന്റെ സമയം ചെലവഴിക്കുന്നത്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, പടച്ചവനെ ഉള്ളത് കടിച്ച് എവിടെങ്കിലും കിടന്നുറങ്ങുന്നു. ഈ ജീവിതത്തിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നവർ, ഉറങ്ങാൻ മറന്നു പോകുന്നവർ, സ്നേഹിക്കാൻ മറന്നു പോകുന്നവർ, ബന്ധങ്ങൾ ചേർക്കാൻ മറന്നു പോകുന്നവർ, എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം. എന്തിനു വേണ്ടി? തന്റെ ജീവിതം ഒന്ന് കരയെത്തിക്കാൻ, തന്റെ ഭാര്യയുടെയും തന്റെ മക്കളുടെയും പട്ടിണിയില്ലാതെ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഗൾഫിലൊക്കെ പോയി കിടക്കുന്നവരുണ്ട്. പലപ്പോഴും ഞാൻ പ്രവാസികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എവിടാ? അത് ഗൾഫിലാണ്. കല്യാണം കഴിച്ചു, എത്ര കൊല്ലമായി? 20 കൊല്ലമായി. നിങ്ങളുടെ ഭാര്യയുടെ കൂടെ എത്ര കൊല്ലം ചെലവഴിച്ചിട്ടുണ്ട്? 1, 2, 3, 4 വർഷം, അത്രേ ഉള്ളൂ. നാം ചിന്തിക്കണം, അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഇരിക്കണം, നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് വീട്ടിലാണോ കടയിലാണോ? ചിന്തിച്ചു വയ്ക്കേ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഭാര്യ മക്കളുടെ കൂടെയാണോ, മാതാപിതാക്കളുടെ കൂടെയാണോ, കച്ചവടത്തിന്റെ പോയ കടയിലാണോ? ചിന്തിച്ചു നോക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ് അൻസാരിയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് എവിടാന്ന് വെച്ചാൽ ചിലപ്പോൾ പറയും, പിന്നെ പള്ളി കാര്യമൊക്കെ ആയതുകൊണ്ട് കുറച്ചാളുണ്ട്. നമ്മുടെ പിന്നെ മെമ്പറോട് ചോദിക്കുവാണെങ്കിൽ തടിമില്ലാണോപ്പാ, നിങ്ങൾ പിന്നെ എല്ലാത്തിലും ഓടിച്ചാടി നടക്കുക. ഏറ്റവും കൂടുതൽ സമയം എന്തിന്? ഉപജീവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് ഇത്ര ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. നാം ഇതിന് ഇത്രയും വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനങ്ങൾ പെടുന്ന തന്റെ ഉപജീവനത്തിന് വേണ്ടി രാപ്പകലുകൾ കടന്ന് നെട്ടോട്ടം ഓടുമ്പോൾ എന്തിനാണ് മനുഷ്യരിൽ അധികം പേരും ഇതിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ്? കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണല്ലോ നമുക്ക് ഉപജീവനം നൽകുന്നത്. അല്ലാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. അല്ലാഹുവാണ് നമുക്ക് പണം തരുന്നത്. അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. നമ്മുടെ സർവ്വകാര്യങ്ങളും ചെയ്യുന്നവനെ പടച്ച റബ്ബാണല്ലോ. യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണ്. അവന് ഉപജീവനം കൊടുക്കുന്നതും അല്ലാഹു തന്നെയാണ്. ഈ സിറാജിനെ പടച്ചത് പടച്ച റബ്ബാ. മരിക്കുന്ന കാലം വരെ എനിക്ക് സർവ്വതും തരുന്നത് പടച്ച റബ്ബാ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതും പടച്ച റബ്ബ് തന്നെയാ. പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലു. അല്ലാഹു പറയുകയാ, മോനെ, രാവും പകലും കടന്നുകൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെ, ഉറക്കമൊഴിയുന്നവനെ, ജീവിക്കാൻ മറന്നുപോയവനെ, സന്തോഷിക്കാൻ മറന്നുപോയവനെ, ബന്ധങ്ങൾ പുതുക്കാൻ കഴിയാതെ പോയവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിന്നെ പടച്ചത്. ആ പടച്ച റബ്ബ് തന്നെയാണ് നിനക്ക് ഭക്ഷണം തരുന്നത്. നിന്റെ സർവ്വകാര്യങ്ങളും നോക്കുന്നത് അല്ലാഹുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, മനുഷ്യൻ മാത്രമല്ല, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് പടച്ച റബ്ബാ. മനുഷ്യന്റെ കാര്യം മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. ഭൂമിയിലുള്ള യാതൊരു ജന്തുവുമാകട്ടെ, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും അതിന് ഉപജീവനം നൽകുന്നതും അതിന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നവന് പടച്ച റബ്ബാണ്. അത് കടലിൽ ജീവിക്കുന്നതാകട്ടെ,
ആനയാകട്ടെ, തിമിംഗലമാകട്ടെ, ഉറുമ്പാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ജീവിയാകട്ടെ, ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പടച്ച റബ്ബാണ്. അല്ലാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാതെ എത്രയോ ജീവികളുണ്ട്. എന്നാലും പടച്ചവനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത എത്രയോ ജീവജാലങ്ങള്, ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, കാലിന് സ്വാധീനമില്ലാത്തവർ, വഴിയോരത്ത് കിടക്കുന്നവർ, മരച്ചുവട്ടിൽ കിടക്കുന്നവർ, ബുദ്ധിയില്ലാത്തവർ, ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർ, ആരാണിവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാ, വ്യക്തമായി ചോദിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ജോലിക്ക് പോയിട്ടാ ജീവിക്കണേ? ബുദ്ധിയില്ലാത്തവൻ ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നേ? ഈ മരച്ചുവട്ടിലും കടത്തിണ്ണകളിലും കിടക്കുന്നവർ, ഭ്രാന്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും റോഡിന്റെ ചാരത്ത് കിടക്കുന്നവൻ, ഇവന് ഭക്ഷണം കൊടുക്കുന്നതാരാ? പടച്ച റബ്ബ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ഉപജീവനം കൊടുക്കുന്നത് പടച്ച റബ്ബാ. നമ്മളത് മറന്നു പോകരുത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹല്ലാഹ് യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. വലിയ ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹു പറയുന്നത്. പടച്ചവനെ, നിങ്ങൾ ഓരോരുത്തരും പറയുകയാണ്, ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ, ഒരു ദിവസം ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കിൽ, എന്റെ കട തുറന്നില്ലെങ്കിൽ, എന്റെ ഭാര്യയും എന്റെ മക്കളും പട്ടിണിയാകുമെന്ന് പറയുന്ന മനുഷ്യ, നിസ്കരിക്കാൻ സമയമില്ല, പള്ളിയിൽ വരാൻ സമയമില്ല, ദിക്റ് പറയാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ഒന്നിനും സമയമില്ലാതെ രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടം ഓടുന്നവനെ അല്ലാഹു ചോദിക്കുകയാ, അതാ തളർന്നു കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാരാ? ബോധമില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ ചിന്തിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ വഅജ്മിലൂ ബിത്തലബ് ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തഖഫി റിസ്ഖഹാ വഇൻ ബതഅ അൻഹാ ഫത്തഖുല്ലാഹ വഅജ്മിലൂ ബിത്തലബ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനോട് നന്നായി തേടുകയും ചെയ്യുക. ഒരാത്മാവും അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്ക്, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്, അല്ലാഹുവിനോട് നിങ്ങൾ റിസ്ക് തേട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മാവും അതിന് നിശ്ചയിച്ചിട്ടുള്ള മരണം, ആ മരണം വരുന്നതിന് മുമ്പ് ഒരാളും അല്ലാഹു എഴുതി വെച്ച റിസ്ക് തിന്നാതെ മരിച്ചു പോകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറ, എനിക്ക് അല്ലാഹു എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന റിസ്ക് ഞാൻ തിന്നാതെ മരിച്ചു പോകുമോ? മരിച്ചു പോകുമോ? അത് ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും കൊറോണ ആണെങ്കിലും ഞാൻ തിന്നാനുള്ളതിന് എന്റെ പേരെഴുതി വെച്ചത് ഞാൻ തിന്നട്ടേ പോകും. അല്ല, നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പതുക്കെ വരാനുള്ളത് വരും, പതുക്കെ വരാനുള്ളത് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, قال رسول الله صلى الله عليه وسلم لو أن ابن آدم هرب من رزقه كما يهرب من الموت. ആദമിന്റെ സന്തതികൾ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു മാറുന്നത് പോലെ
എന്റെ പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങളിൽ, അപകടങ്ങളിൽ, രോഗങ്ങളിൽ നിന്ന് ഡോക്ടർമാർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ രോഗി മരണത്തിൽ നിന്ന് തിരിച്ചു വരുമല്ലോ. അപകടങ്ങളിൽ നിന്ന് മനുഷ്യൻ ജസ്റ്റ് രക്ഷപ്പെടുന്നല്ലോ. ഇതുപോലെ പടച്ചവനെ, അവന്റെ സമയമാകാത്തത് കൊണ്ടാണെങ്കിലും ആ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വരുന്നത് പോലെ ഒരിക്കലും അവൻ അല്ലാഹു എഴുതി വെച്ചിരിക്കുന്ന റിസ്കിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വരില്ല. അവന് കഴിക്കേണ്ടത് മുഴുവനും അവന് കഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങള് 99 നാമങ്ങളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ 99 നാമങ്ങളിൽ ഒരു നാമം ഏതെന്നറിയുമോ? അർ-റസാഖ്, ഉപജീവനം നൽകുന്നവൻ. അത് അല്ലാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവ്വത്തുൽ മതീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തുൽ മതീൻ. തീർച്ചയായും അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ, ശക്തനും പ്രഭാശക്തൻ അല്ലാഹുവാണെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതിന്റെ കാരണം, ഉപജീവനത്തിനായി എല്ലാവരും അല്ലാഹുവിനെ മാത്രമാണ് ആശ്രയിക്കേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. കാരണം അല്ലാഹുയാരെന്നറിയുമോ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്. ലോകത്തുള്ള സർവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാ. ഈ പ്രപഞ്ചത്തിലുള്ള എത്ര വലിയ സമ്പന്നനാകട്ടെ, പാപപ്പെട്ടവനാകട്ടെ, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനുള്ള, കച്ചവടത്തിൽ, സമ്പത്തിൽ, കുടുംബജീവിതത്തിൽ, ഭക്ഷണത്തിൽ, സർവകാര്യങ്ങളിലും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമ്മുടെ സമ്പത്തിലാകട്ടെ, നമ്മുടെ ഭക്ഷണത്തിലാകട്ടെ, ഏത് കാര്യത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാ, ചില നന്മകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കടയിൽ കച്ചവടമുണ്ടാകാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സമ്പത്തിൽ വിശാലതയുണ്ടാകാൻ, നിന്റെ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിയകും മതാഅൻ ഹസനാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു തന്നിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അവിടുന്ന് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാണ്. അതാ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 40ാമത്തെ വയസ്സിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ
അടുക്കൽ നിന്ന് 7 ആകാശം കടന്ന് മുത്തുനബിയുടെ ചാരത്തേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഖുർആനാണ് പറയുന്നത്, അല്ലാഹു നിങ്ങളുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യണോ. അവിടെ നിന്ന് പറയുന്നു വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനവും തൗബയും പശ്ചാത്താപവും ആര് ചെയ്യുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഇസ്തിഗ്ഫാർ പറയുന്നത്? ആരാണ് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? ആ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവന്റെ ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ, പഠിച്ചവനെ, മനുഷ്യനാണ്, പാപം ചെയ്യാത്ത ആരുമില്ല. ഇബ്ലീസ് നമ്മളെ ചതിക്കാൻ നടക്കുകയാണ്. സാഹചര്യം നമ്മളെ പാപങ്ങളിലേക്ക് എത്തിക്കുമല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, നമ്മുടെ നഫ്സ് നമ്മളെ ചതിക്കുമല്ലോ. അങ്ങനെ ജീവിതത്തിൽ പാപം ചെയ്തവര്, അവര് തൗബ ചെയ്താൽ, അവർ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം പലപ്പോഴും നമ്മൾ പഠിച്ചവരാണ്, ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, പഠിച്ചവനെ, അതാ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിലൂടെ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് നിസാരമായി നമ്മളിങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത്. മഴയില്ലാതെ വന്നപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടാ മഴ പെയ്തത്. മഴയില്ലാതെ വന്നപ്പോൾ ഭൂമിയിൽ വിഭവങ്ങൾ മുളയ്ക്കുന്നതും കൃഷിയിൽ ഐശ്വര്യം കൈവരുന്നതും കന്നുകാലികളുടെ അകടിൽ പാലിന് സമൃദ്ധി ഉണ്ടാകുന്നതും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടാ. എത്ര ഇബ്നു കസീർ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകാൻ അവിടെ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അടുക്കൽ തന്റെ ജനങ്ങൾ വന്നിട്ട് വരൾച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, തനിക്ക് വെള്ളമില്ല, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മനുഷ്യനും ജനങ്ങളും പ്രയാസത്തിലാണ്, വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത്, നീ അസ്തഗ്ഫിറുല്ലാഹ് പറ. എന്നെ മറ്റൊരാൾ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണം, അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറ. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, അപ്പോഴും മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ. അവിടെ നിന്ന് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി പറയുകയാണ്, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ എളുപ്പവഴി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, തൗബ ചെയ്തോ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, അല്ലാഹു നിനക്ക് അഭിവൃദ്ധി നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, ആരാണോ
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത്. എനിക്കൊരു പടച്ച റബ്ബുണ്ട്. ആ പടച്ച റബ്ബ് ഞാൻ ചെയ്തത് മുഴുവനും എന്നോട് ചോദിക്കുമല്ലോ. ആ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാണല്ലോ. ഈ ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹനെ ഭയന്ന് ജീവിച്ചാൽ അള്ളാഹു അവന് അഭിവൃദ്ധി നൽകുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപജീവനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അല്ലാഹു അവനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. അവനെ കണക്കാക്കാത്ത വിധത്തിലൂടെ അല്ലാഹു അവന് സർവ്വതും കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്റെ ജീവിത മാർഗത്തിൽ അഭിവൃദ്ധി വേണമെങ്കിൽ ഒന്ന്, നീ തൗബ ചെയ്യ്, നീ അസ്തഗ്ഫിറുല്ലാ പറ. അല്ലാഹു നിനക്ക് റിസ്ക് തരും, ഒരിക്കലും നിന്റെ റിസ്ക് മുട്ടിക്കില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടയിൽ കച്ചവടമില്ലേ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞുകൊണ്ടിരിക്കും, കച്ചവടം വരും. അതാ പറഞ്ഞതിനർത്ഥം. നിന്റെ കടയിൽ കച്ചവടമില്ലേ, നീ കച്ചവടം ചെയ്യുന്ന സമയത്ത് നീ അള്ളാഹുവിന് നീ ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ കടയിൽ കച്ചവടം വരും. രണ്ട്, അള്ളാഹുവിന് ഭയന്നിക്കുന്നവനായ രീതിയിൽ നീ ജീവിക്കണം. കച്ചവടം ചെയ്യുന്ന സമയത്ത് കള്ളത്തരമൊന്നും കാണിക്കാതെ എല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലും പോയിട്ട് ഭക്ഷണങ്ങൾ വാങ്ങിക്കും, പല ഹോട്ടലിലും പോയിട്ട്, എന്നിട്ട് മുഖാമുഖം നോക്കുകയാണ്. പല കടകളിലും പോയി ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട്, മീൻ മാർക്കറ്റിലാണെങ്കിലും ഇറച്ചിക്കടയിലാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും, കുറച്ചോൻ ഓരോരുത്തർ ഒരു പോത്തിറച്ചിയാന്ന് പറഞ്ഞു കൊടുക്കണേ. എന്താ ഐസിരിട്ട മീൻ എടുത്തിട്ട് ഫ്രഷ് മീൻ എന്ന് പറയണില്ലേ? നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കെട്ടിവിടുന്നില്ലേ? എന്തിന് നല്ല മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഈ വിഷമൊക്കെ കല്ല് വെച്ച് പഠിപ്പിച്ച മാങ്ങ കൊടുക്കണവരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി കഴിയുക, തഖ്വയുള്ളവരായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ എത്രയോ പേര് കച്ചവടം നടത്തുന്നവരുണ്ട്, കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ കച്ചവടം നടത്തും. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മാനന്തവാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മാനന്തവാടിയിൽ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. നല്ല ഊണ, നല്ല മത്തി പൊരിച്ചതൊക്കെ കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഭക്ഷണത്തിന്. എത്ര വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും. പടച്ചനൊരു ചെറിയൊരു റൂമിനകത്തായി കടയിരിക്കുന്നത്. അദ്ദേഹം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണം. ഒരാൾ എഴുന്നേറ്റതിന് ശേഷം അവിടെ കല്യാണ വീട്ടിൽ ഇരിക്കണ പോലെ ഇങ്ങനെ നിൽക്കുക. ഒരു നല്ല ഫാനില്ല, ഒരു ബെഞ്ചോ, അവിടെ ഉള്ളത് ബെഞ്ചും ഡെസ്കും. അതാ ബെഞ്ചും ഡെസ്കും. അപ്പൊ പലപ്പോഴും ഞാനും ഞങ്ങൾക്ക് അത്ഭുതത്തോട് കൂടി എന്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ആൾക്കാർ. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് വേറൊരു കടയിലേക്ക് മാറിക്കൂടെ? മാറൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഈ വില കുറച്ചു കൊടുക്കുന്നത് എന്തിനാ? അൽഹംദുലില്ലാഹ് അതിനകത്ത് എനിക്ക് ലാഭമുണ്ടല്ലോ. ആ ലാഭം കൊണ്ടല്ലേ ഞാൻ ഹജ്ജിന് പോയത്, ഉംറയ്ക്ക് പോയത്, ഇസ്രയേലും ഫലസ്തീനൊക്കെ പോയി, ജോർദാനിലും ബൈത്തുൽ മുഖദ്ദസിലൊക്കെ ഞാനും എൻ്റെ കുടുംബവും പോയത്. ഇതിനകത്ത് നിന്നല്ലേ? നമുക്കറിയുന്ന എത്രയോ പേരുണ്ട്, എത്രയോ കടകൾ മായമൊന്നും ചേർക്കാതെ നല്ല ഭക്ഷണം കൊടുക്കുന്നവർ. കൊടുത്തു കഴിയുമ്പോൾ ആ കട തേടിപ്പോകുന്നവരില്ലേ? എത്ര വലിയ കടകളുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് പല കടകളിൽ പോയിട്ട് നല്ലത് വാങ്ങുന്നവരില്ലേ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഇറച്ചിക്കടയൊക്കെ നടത്തുന്നവർ, ഒരു പോത്തിന്റെ തല മാത്രം കാണാൻ എന്താ അള്ളാഹു വലം വെച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹ് പറയുകയാ, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ ഞാൻ നിനക്ക് തരും. അള്ളാഹു പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു പറയുകയാണ്, അവിടെ നിന്ന് പറയുന്നു, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ ഞാൻ നിനക്ക് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവാണ് നിനക്ക് സർവ്വതും തരുന്നത്. നീ തലകുത്തി മറിഞ്ഞാലും അള്ള എഴുതി വെച്ചത് നിനക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് നീ കഴിയുന്നതെങ്കിൽ അള്ളാഹു നിന്റെ റിസ്കിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ കച്ചവടത്തിൽ, സർവ്വതിലും അള്ളാഹു വിശാലത നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധമായ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു അവിടുന്ന് പറയുന്നു ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറുസുകുകും കമാ തുർസുഖു തയ്ർ തഅദു ഖിമാസാ വതർഹു ബിതാലാ. മൂന്നാമതായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ കാര്യങ്ങൾ തവക്കൽതു അലല്ലാഹയുടെ മഹത്വം പഠിച്ചവരാ. നിന്റെ കാര്യങ്ങൾ നീ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ ഒരിക്കലും നിന്റെ റിസ്ക് മുടങ്ങൂല, ഒരിക്കലും നിന്റെ കുടുംബം പട്ടിണിയാകില്ല, ഒരിക്കലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിന്റെ മക്കൾ കിടന്ന് കരയുന്നത് കാണേണ്ടി വരില്ല. ഒരുത്തന്റെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറുസുഖതും കമാ തുർസുഖു തയ്ർ. എന്നിട്ട് അവിടെ ഉദാഹരണം പറയുകയാണ്, പക്ഷികൾക്ക് പടച്ച റബ്ബ് ഭക്ഷണം കൊടുക്കുമല്ലോ, പറവകൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുമല്ലോ, ആ ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിനക്കും നിന്റെ കുടുംബത്തിനും അല്ലാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് പരമേൽപ്പിക്കുന്നതിന്റെ മഹത്വമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. ഏത് കാര്യവും അല്ലാഹുവിനെ പരമേൽപ്പിച്ച് നടക്കുന്നവരുണ്ട്. കടയിൽ കയറുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, കടയിൽ നിന്നിറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല, ആരോടും അസൂയയില്ല, ആരോട് ശത്രുതയില്ല, ഒരു മനുഷ്യനോട് വിദ്വേഷമില്ല. കാരണം അല്ലാഹുവാണ് എനിക്ക് റിസ്ക് തരുന്നവന്. എന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്, എന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, റിസ്കിന് വിശാലത നൽകുവാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മൂന്നാമത്തെ എളുപ്പവഴി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ കച്ചവടക്കാര് കേട്ടോ, നാലാമത്തെ കാര്യം എന്താണ്? ബിസിനസ്സുകാര് കേട്ടോ, തിരക്കുള്ളവര് കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്. നിന്നെ സൃഷ്ടിച്ചത് പണമുണ്ടാക്കാനല്ല, കച്ചവടം നടത്താനല്ല, വീട് പണിയാനല്ല, സുഖിക്കാനല്ലടാ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല മനുഷ്യ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ പടച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനാ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനല്ല, നിനക്ക് സുഖിച്ച് നടക്കാനല്ല, നിനക്ക് മതിമറന്ന് നടക്കാനല്ല. നീ ഇബാദത്ത് ചെയ്യാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്ക്, ഹജ്ജ് ചെയ്യ്, ഉംറ ചെയ്യ്, ഖുർആൻ ഓത്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്ത്, എന്റെ സ്മരണയിൽ കഴിയ്. ഇങ്ങനെ കഴിഞ്ഞാ നിനക്ക് റിസ്ക് ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാ, ഏ മനുഷ്യ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് കച്ചവടം ചെയ്യാനല്ല,
നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, പണം ഉണ്ടാക്കാനോ കൊട്ടാരം പണിയാനോ അധികാരം പിടിക്കാനോ ഒന്നുമല്ല. ഇതൊക്കെ കിട്ടിക്കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അതാണ്. ഇതൊന്നും ഇതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. പലർക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മതിമറന്നു പോകും. പണം കൂടുമ്പോ എല്ലാരെയും മറക്കും. അധികാരം കിട്ടുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിലയും വിലയുമില്ലാത്ത രീതിയിൽ മനുഷ്യന്മാരെങ്ങനാണല്ലോ. നീതിമാൻ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നു. ഇന്നിപ്പോ വാട്സപ്പിലൊക്കെ എടുത്തു നോക്കിക്കേ. ഓരോ മനുഷ്യരും എന്റെ പ്രിയപ്പെട്ടവർ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വന്ന വഴിയങ്ങ് മറന്നുപോകും. പട്ടിണി കിടന്ന് കഥ പറയാറുണ്ട്. ഓരോ മനുഷ്യനും എന്റെ പ്രിയപ്പെട്ടവർ അഹങ്കാരം ഞാൻ കടന്നു വരിക. ഇപ്പൊ തന്നെ ഞാൻ ആരെയും വിമർശിക്കുകയല്ല. വാട്സപ്പുകളിൽ ഒരു ഫോൺ കോൾ കേട്ടു, ഒരു MLA സംസാരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ജീവിതത്തിലെ എന്തോ ഒരു പരാതി പറയുന്നതിന് വേണ്ടി വിളിച്ചതാ. പരാതി ആ നമ്പർ തന്നവനെ തല്ലണോന്നാ പറയണം. ആലോചിക്കുക. സത്യത്തിൽ നല്ലവരുണ്ട്, എല്ലാവരെയും വിമർശിക്കുന്നില്ല. ഏത് രാത്രിയിൽ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, ഏതൊരാവശ്യത്തിനും. പക്ഷേ ചിലരങ്ങനെയല്ല. എല്ലാവർക്കും പേരുദോഷം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്തുണ്ടായ 2 സംഭവങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ആ ചേച്ചി, നാലിച്ചോയ്ക്ക് രാഷ്ട്രീയമെല്ലാം വിട്. സത്യത്തിൽ ഏതൊരു മനുഷ്യനും അവസാനം അവിടെ ചെല്ലുന്നത് പരാതികളുമായിട്ട്. അവിടുത്തെ സംസാരിക്കുന്ന ഒരു രീതി. ഇന്നൊരു MLA ആയിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ MLA. എവിടുന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് എന്തോ ഒരു നിന്റെ നാട്ടിലില്ല, ആരുടെ 55 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്. മനുഷ്യന്മാര് മറന്നുപോകുന്നു പലതും. വന്ന വഴികൾ അവരൊക്കെ ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോ പറയാ, ജീവിതത്തിൽ ഇതൊക്കെ ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹു അധികാരം തരും. ഒന്നീ അധികാരം കൊണ്ട് അള്ളാഹു ഉയർത്തും, ഇല്ലെങ്കിൽ താഴ്ത്തിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭരണാധികാരികൾക്ക്, നമ്മുടെ നേതൃത്വങ്ങൾക്ക്, മെമ്പറെ, അത് പാതിരാത്രി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആരും കഴുത്തിന് പിടിച്ചിട്ട് മെമ്പറാക്കിയതല്ല. സ്വമേധയാ നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ ഏത് രാത്രി എന്നെ വിളിച്ചാലും വരാൻ ഞാൻ തയ്യാറാ. ഏതൊരു കാര്യത്തിന് വിളിച്ചാലും നിങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന സമയം ചെയ്യുമല്ലോ, കയറി എന്നിട്ട് അങ്ങോട്ട് ചെയ്യുമല്ലോ, എല്ലാം പറയും. എന്നിട്ട് വിളിച്ചു വയ്ക്ക്. അതിനാ പറഞ്ഞത്, അതിന് സമയമുള്ളവൻ ജനങ്ങളെ സേവിക്കുവാൻ, ജനങ്ങളുടെ പരാതികൾ കേൾക്കുവാൻ, അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹരിക്കാൻ കഴിവുള്ളവനും സമയമുള്ളവനെ അധികാരത്തിൽ കയറാവൂ. അല്ലാത്തവൻ വീട്ടിയിരിക്കണം, സമയമില്ല, ബിസിനസ് പോയിക്കൊണ്ടിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല, എന്നെ ആരാധിക്കാനാ. അല്ലാതെ എനിക്ക് വേറെ ഓളം ഉണ്ടായിട്ടല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനാ. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ ജോലിക്ക് പോകണ്ടേ? ഞാൻ ജോലിക്ക് പോകണ്ടേ? ഞാൻ കഷ്ടപ്പെടണ്ടേ? എനിക്ക് വീട് വെക്കണ്ടേ? എനിക്ക് മക്കളെ നോക്കണ്ടേ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? പറഞ്ഞു, ഞാൻ തരാം. എത്ര സിമ്പിൾ. രണ്ടും ഖുർആനാ പറയുന്നത്. അള്ളാഹു പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ. അപ്പൊ നമ്മൾ ചോദിക്കും, 24 മണിക്കൂറും ആരാധനയായിട്ടിരുന്നാൽ എനിക്ക് എന്റെ കുടുംബത്തിന് ആര് വിശക്കുമ്പോ ഭക്ഷണം തരും? പറഞ്ഞു, ഞാൻ തരാം. എത്ര വ്യക്തം ഖുർആൻ. അല്ലാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ളവരെ ഹൃദയത്തിൽ കരിമ്പാറ കുത്തിവെച്ചതുപോലെ അല്ലാഹുവേ, ഈമാനുള്ളവര് കേട്ടോ, അല്ലാഹു പറയുന്നു, നിന്നെ പടച്ചത് നിനക്ക് സുഖിക്കാനല്ലടാ, എന്നെ ആരാധിക്കാനാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്, എന്നെ വാഴ്ത്താനാണ്, എന്നെ പുകഴ്ത്താനാണ്. പടച്ചവനെ, 24 മണിക്കൂറും നീ അത് ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലാഹു പറയുന്നില്ല. അല്ലാഹു പറയുന്നു, വിളിക്കുന്ന സമയത്ത് വാടാ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിളിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ജുമുഅയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, പെട്ടെന്ന് കടയടച്ചിട്ട് നീ പള്ളി വാ. അല്ലാഹു പറയാ, വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പള്ളിക്കകത്തേക്ക്. അല്ലാഹു വിളിച്ചു കഴിഞ്ഞു ഓടി വരണം. എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കാനല്ല പറഞ്ഞേ, കഴിഞ്ഞാൽ നീ പൊക്കോളാനാ പറഞ്ഞേ. അല്ലാഹു പറഞ്ഞത്, ആവശ്യം കഴിഞ്ഞു, പള്ളിയിൽ വന്നു, നിസ്കരിച്ചു, കഴിഞ്ഞു, കച്ചവടത്തിന് പൊക്കോ, കുഴപ്പമില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുകയാ, നീ ഭയക്കുന്നത് നിന്റെ കുടുംബത്തിന് ചെലവിന് കിട്ടില്ല എന്നാണെങ്കിൽ അല്ലാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖ് വൽ ആഖിബത്തു ലിത്തഖ്വ. അല്ലാഹു പറയുകയാ, നിസ്കരിച്ചാൽ മതി, ഞാൻ തരാം ഭക്ഷണം. മരിക്കുന്ന കാലം വരെ നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്. മരിക്കുന്ന കാലം വരെ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, ഉസ്താദെ 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ കച്ചവടത്തിൽ ബർക്കത്തില്ല എന്ന് പറയട്ടെ. 5 നേരം പായിപ്പാട് ടൗണില് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള നാടാ ഇല്ലേ? പായിപ്പാട് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ കടയുണ്ട്. ഈ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, എനിക്ക് കച്ചവടം ഇല്ലാന്ന്. അവൻ കച്ചവടം പോട്ടെ, കച്ചവടം ഉണ്ടോ ഇല്ലേന്നല്ല, നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടോ ഇല്ലേ? 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും പട്ടിണി ഉണ്ടാകില്ല. എങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞ് തെറ്റാവണം, എങ്കിൽ പിന്നെ അല്ലാഹ് പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. ഇല്ല, അല്ലാഹ് പറഞ്ഞു ഞാൻ തരും. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ചില സമയങ്ങളിൽ പ്രയാസം വരുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസം വരുന്നുണ്ടല്ലോ. അപ്പൊ നീ മാത്രമല്ലേ നിസ്കരിക്കുന്നുള്ളൂ, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കണില്ലല്ലോ. അതാ ചോദ്യം. ഉസ്താദെ ഞാൻ 5 നേരവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പായിപ്പാട് പള്ളി വന്നിട്ട് ഞാൻ നിസ്കരിക്കും, എൻ്റെ വീട്ടിൽ എന്നിട്ടും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കാറുണ്ടോ? അതില്ല. എത്ര വയസ്സുണ്ട് മോന്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. 18 വയസ്സുള്ളവൻ പോത്തുപോലെ കിടക്കാം, എവിടെ എഴുതേക്ക് നിസ്കരിക്കാൻ? അപ്പായി ഉമ്മായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതേ റൂമിൽ മക്കൾ അപ്പുറത്തിപ്പുറത്ത് കിടക്കുന്നുണ്ട്. 10 അല്ല 18 ആയത്, 20 ആയത്. എന്തേ വാപ്പ? അവൻ എന്തേ പെണ്ണും കെട്ടി 5 മക്കളായി പോയി കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം പോയോ? ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ പോയിട്ട് വിളിക്കുക, ഫാത്തിമ എഴുന്നേക്ക് നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കിട്ടു. ഭർത്താവിന്റെ വീട്ടില മുത്തുനബി പോകുന്ന വഴിയിൽ ഫാത്തിമയുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ വിളിക്കും, മോളെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരും കെട്ടിച്ചു വിട്ട മോളെ വീട്ടിൽ പോണ്ട, അടുത്ത റൂമിൽ കിടക്കണ മക്കളെ വിളിച്ചാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ വഴുത് വെക്കാൻ നിൽക്കുക, എല്ലാണ്ണം ഉണ്ട്. സുബഹി നിസ്കരിക്കാൻ എത്ര ഉണ്ട്? ചിന്തിക്കണം. പടച്ചവനെ, പിള്ളേരെ നോക്കിയാൽ മതി. രാത്രി 1 മണി 2 മണി വരെ ഓൺലൈനിൽ കാണാം. പാപ്പ സുഖം ഉറക്കം, മക്കൾ ഓൺലൈനിൽ. എന്ത് ചെയ്യാ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വീട്ടിൽ മക്കൾ കിടന്നിട്ട് ഓൺലൈനിൽ കുത്തിക്കൊണ്ടിരിക്കുക, മൊബൈലിൽ കാണാം, ഗെയിം കളി, ഒരുമിച്ചിരുന്ന് 5ഉം 6ഉം പല സ്ഥലങ്ങളിൽ ഇരുന്നാലും കളിക്കാം. കളിയാ തുടങ്ങിക്കോ, ബിസ്മില്ലാ, കളി തുടങ്ങി. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദെ പട്ടിണി, ജോലിയില്ല ഉസ്താദെ, MA കാരനാണ്, ഡിഗ്രിക്കാരനാണ്, വലിയ പഠിത്തക്കാരനാണ്, ഒരു ജോലിയില്ല, വായി നോക്കി നടക്കുക, എഞ്ചിനീയർ, ഒരു പണിയില്ല. എന്നാൽ ഇവിടെ ഈ കടയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ MBBS MA ഒക്കെ പഠിച്ചിട്ടാ? എടാ, ഈ വലിയ ബിസിനസ്സുമാരില്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒന്ന് പോയേ, ഏറ്റവും വലിയ സമ്പന്നന്മാരെ എടുത്തിട്ട് എത്രാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് നീ മതി? ഇന്നത്തെ കുട്ടികളൊക്കെ ഡിഗ്രി അല്ലേ? പഴയ തലമുറയിലെ ഏതെങ്കിലും ബെൻസുകാരിലെ നടക്കണേ വലിയ മോലാളിമാരാ. ഒന്ന് വിളിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം എത്ര ഉണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് സിറാജ് പെണ്ണുമ്പിള്ളയുടെ കൂടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നുമല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി രേഖപ്പെടുത്താനാ. എന്നെ നീ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിന്റെ കാര്യങ്ങൾ നോക്കി നടാ, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹ് പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അല്ലാഹു 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.